ആ നമസ്കാരം. ഇതാണ് എൻ്റെ റോസ്മേരി കേട്ടോ. ഞാനും റോസ്മേരി വെച്ച് പിടിപ്പിച്ചായിരുന്നു. 2 തൈ ഉണ്ടായിരുന്നു. ഒരു തൈ ചട്ടി മാറ്റി നട്ടപ്പോൾ അങ്ങനെ നശിച്ചു പോയി. നല്ലോണം വലുതായതായിരുന്നു, അങ്ങനെ ഉണങ്ങിപ്പോയി. ഇത് കുഴപ്പമില്ല, കുറച്ച് തണലത്ത് വെച്ചപ്പോൾ അത് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഞാനിത് എന്താ പറയുക, ചായയിലൊക്കെ ഇട്ടിട്ട് പച്ച ഇട്ട് ചായയിലിട്ട് കുടിക്കും. നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു കഷ്ണം കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രുചിയായിട്ടും ചായ കിട്ടും. മധുരയിടുന്നവർക്ക് ഇടുക, ഞാൻ മധുരയിടാണ്ട് കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇത് തിളപ്പിച്ചിട്ട് ഇതും കറിയാമ്പൂവില്ലേ, ക്ലോസ്, അതും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുടി വളർച്ചയ്ക്ക് എന്തായാലും മുടി വളർച്ചയ്ക്ക് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ തണുപ്പുള്ള സമയങ്ങളിൽ, ഇവിടെ സൗദിയിൽ ഒരു നവംബർ മുതലൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്കെപ്പോഴും തൊണ്ടവേദനയോ അല്ലെങ്കിൽ കഫക്കെട്ടോ അല്ലെങ്കിൽ എപ്പോഴും ജലദോഷം പോലെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നല്ലൊരു മരുന്ന് കൂടാണ് കേട്ടോ അത്. കാരണം നമ്മളിത് തിളപ്പിച്ചിട്ട് ആവി കൊള്ളുക, അതല്ലെങ്കിൽ ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറേ അധികം മാറ്റം കിട്ടും. പിന്നെ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ള, ഞാൻ നല്ല തലവേദനയൊക്കെ വരുമ്പോൾ ഇതിനെ പൊട്ടിച്ച് നല്ല തിരുമ്മിയിട്ട് ഇങ്ങനെ നല്ലോണം കുറച്ച് നേരം ഇങ്ങനെ മണത്ത് ബ്രീത്തൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ എന്താണ് നമുക്കൊരു ഭയങ്കര ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു കമ്പ് അത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ച് തണലുള്ള ഭാഗത്ത് വെക്കുക. നല്ല വെയിലടിക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടും പെട്ടെന്ന്. അതുപോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യാന്ന് വെച്ചാൽ വല്ലാണ്ടുള്ള കെയറൊന്നും ഇതിന് ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടി എപ്പോഴും ഒരു 10 ദിവസത്തിലൊരിക്കൽ ഒരു പിടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ കലക്കിയിട്ട് പുളിപ്പിച്ചിട്ട് ഈ ചാണകപ്പൊടി തന്നെ കഞ്ഞിവെള്ളത്തിൽ ഇട്ടതൊന്ന് പുളിച്ച് കഴിഞ്ഞാൽ നല്ലോണം നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് വരും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ തോട്ടത്തിലധികം പുല്ലൊന്നും ഉണ്ടാവില്ല. ഉള്ള പുല്ലുകൾ, അതുപോലെ നമ്മൾ വേസ്റ്റായിട്ട് വെട്ടിക്കളയണ ഇലകൾ ഒക്കെ വെള്ളത്തിലിട്ടിട്ട് അതൊരു 3 ദിവസം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കും. കുറച്ച് പൊട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും, എന്നാലും അത് ചെടിക്ക് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഗ്രോത്ത് കിട്ടുന്നൊരു കാര്യമാണ്. അതേപോലെ ഞാൻ വേറെ ചെയ്യണത്, പഴത്തിൻ്റെ തൊലി വേറെ മറ്റേ ഉണക്കി പൊടിക്കും, മുട്ടയുടെ തൊണ്ടും ഉണക്കി പൊടിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് പൂക്കളുണ്ടാവേണ്ട ചെടികൾക്കാണെങ്കിൽ കുറച്ചൊരു NPK ഒക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മണിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണ ഒക്കെ ഇട്ട് കൊടുത്താൽ ഏത് ചെടി നല്ല ഉഷാറോട് കൂടിയിട്ട് വളരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇങ്ങനെ ഓരോ നല്ല നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പരിസരമൊക്കെ നല്ല ഭംഗിയാക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ നമ്മളിനെ വളർത്തി